നിങ്ങൾക്ക് ഉത്തരേന്ത്യയിലും അതുപോലുള്ള സംസ്ഥാനങ്ങളിലും ഭയപ്പെടുത്തിയാൽ കോടാനുകോടി രൂപയുടെ സമ്പത്തിന്റെ അധിപന്മാരായി നിൽക്കുന്ന അവരെ, കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ബി.ജെ.പിയുടെ പ്രസിഡന്റുമാരാക്കാൻ, ബി.ജെ.പിയുടെ മുഖ്യമന്ത്രിമാരാക്കാൻ ഈ കാലത്ത് നടത്തിയിട്ടുള്ള റെയ്ഡിന്റെയും അതുപോലെ തന്നെ പീഡനത്തിന്റെയും ഭാഗമായി സാധിച്ചു എന്നത് ചരിത്രത്തിന്റെ ഭാഗം ഞങ്ങൾക്കതറിയാം. അങ്ങനെ കേരളത്തിലെ ആരെയെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കാലുമാറ്റി ബി.ജെ.പിയുടെ ഭാഗമാക്കി മാറ്റിക്കളയാം എന്നാണ് ധരിക്കുന്നതെങ്കിൽ ഈ നാട് വേറൊരു സൈസാണ് എന്ന് നല്ലതുപോലെ ഓർക്കുന്നത് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർക്ക് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ നാടിനൊരു പൈതൃകമായ പാരമ്പര്യമുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ, നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ, ദേശീയ പ്രസ്ഥാനത്തിന്റെ ആ പാരമ്പര്യമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു കേരളീയ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാടാണ് ഈ കേരളം. ശ്രീനാരായണ ഗുരുവായാലും അയ്യങ്കാളിയായാലും ചട്ടമ്പി സ്വാമികളായാലും അതുപോലെ നിരവധിയായ നവോത്ഥാന നായകന്മാരുടെ അവരുടെ ഏറ്റവും ശക്തമത്തായ ഇടപെടലിൻ്റെ ആശയ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈ ലോകത്ത് തന്നെ ഇന്നും ആദരിക്കപ്പെടുന്നവരായിട്ട് നിൽക്കുന്ന ആ മഹാരഥന്മാരുടെ തലമുറയായിട്ടാണ് യഥാർത്ഥത്തിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന് തുടർച്ചയായി ദേശീയ പ്രസ്ഥാനവും, ദേശീയ പ്രസ്ഥാനത്തിന് തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനവും കേരളത്തിൽ വളർന്നു വന്നിട്ടുള്ളത്. ആ പ്രസ്ഥാനത്തിന് ധാരയിൽ നിന്ന് മുന്നോട്ടേക്ക് നയിക്കുന്ന CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയനെ ഇതുപോലെ ഈ ഓലപ്പാമ്പ് കാണിച്ച് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ അതിനൊന്നും വഴങ്ങാൻ മനസ്സില്ല എന്ന് തന്നെയാണ് റെയ്ഡ് കഴിഞ്ഞതിന് ശേഷം സഖാവ് പിണറായി ഇന്നലെ പ്രഖ്യാപിച്ചത്. ഇവിടെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ കഴിയുമെന്നാണ് നിങ്ങൾ ധരിക്കുന്നത്. അതിന് വഴങ്ങാൻ മനസ്സില്ല. ശരിയായ ദിശാബോധത്തോടുകൂടി കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കും. ഇനിയാണ് അടുത്ത്. ഞങ്ങളാരും ബി.ജെ.പിയെ പറ്റി പറയുന്നില്ല, നരേന്ദ്രമോദിയെ പറ്റി പറയുന്നില്ല എന്നുള്ള വല്ലാതെ പ്രയാസമുള്ള ചില പത്രങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യം ആദ്യം അങ്ങനെ പറഞ്ഞത്. നാളെ ഇത് പറയാതിരിക്കണ്ട, ഇത് കൊടുക്കൂലെന്ന് എനിക്കറിയാം. ഇതെല്ലാം നിങ്ങളിവിടെ വെച്ച് ഇരിക്കുന്നതെല്ലാം എന്തിനാണ് എന്നുള്ളതിനെ പറ്റി ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. എന്തെങ്കിലും നാക്കപ്പിഴയുണ്ടോ നോക്കാനാണ്, അല്ലാണ്ട് ഞങ്ങൾ പറയുന്നത് കൊടുക്കാനൊന്നുമല്ല. ഞാൻ ഒരു കാര്യം ഇനി പറയാം. അടുത്തത്, ആരാണ് കേരളത്തിൽ പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ച രാഷ്ട്രീയ നേതാവ് ആരാ? രാഹുൽ ഗാന്ധിയാണ്. പെണ്ണുങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം, രാഹുൽ ഗാന്ധിയാണ്. ഈ രാഹുൽ ഗാന്ധി ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ ബി.ജെ.പിയെ പ്രതിരോധിക്കേണ്ടുന്ന ഇന്ത്യ കൂട്ടുകെട്ടിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാളാണ്. കേരളം പോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ബദൽ നിലപാടുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഖാവ് പിണറായി വിജയനെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും പിന്നീട് അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും എന്തേ ED അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ചതിലൂടെ അതിനുശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് VD സതീശൻ ഇപ്പം നല്ല പുതിയ പേരെല്ലാം വന്നിട്ടുണ്ട്. ഇതേവരെ ആർക്കും അറിയാത്തതാണ് ആ പുതിയ പേര്. ഇപ്പോൾ പുതിയ പേരുണ്ട്. എന്താ പേര്? അതാണ് ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞു എന്ന് പറയട്ടെ, നിങ്ങൾ പറഞ്ഞു എന്നുള്ളത് വേണമെങ്കിൽ ഒരു കേട്ടിട്ടുണ്ടെങ്കിൽ എഴുതിക്കോട്ടെ. പുതിയ ഒരു ടൈറ്റിൽ വന്നിരിക്കുകയാണ്. അത് വെറുതെ വന്നതല്ല. അത് നാനാർ പറയുന്ന പോലെ അതിൻ്റെ പേര് കുന്നാംകുളത്താണ്. മനസ്സിലായില്ലേ? പുതിയ ഒരു അവതാരം, പുതിയ ഒരു രീതി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രധാനമന്ത്രിയെ കണ്ടിട്ടിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ ED പുറപ്പെട്ടു. അതല്ലേ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള അനുഭവമുള്ളൂ. ED പുറപ്പെട്ട് പിണറായി വിജയൻ്റെ വീട്ടിൽ കയറി. പിണറായി വിജയൻ്റെ നാട്ടിൽ പിണറായിയുടെ വീട്ടിലും കയറി. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ആളാണ് അവർ കാണുന്ന ആളാണ് വീണ വിജയൻ്റെ ഭർത്താവ് കോഴിക്കോടാണ്. റിയാസിൻ്റെ വീട്ടിലും കയറി. പിന്നെ 10-12 സ്ഥലത്ത് കയറാൻ പോയി. എന്തേ കാര്യമുള്ളൂ? സേവനം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയാണ്. ഇതാ കേസ്. അതായത് 1.72 കോടി ഉറുപ്പികക്ക് സേവനം നൽകി, മാസങ്ങളായി സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കരാർ അടിസ്ഥാനപ്പെടുത്തി ആ കരാറിൻ്റെ ഭാഗമായിട്ടുള്ള സേവനം വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ മുഴുവൻ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ അന്വേഷണവും അവസാനിപ്പിച്ച് ഇതിനൊന്നും കാമ്പില്ല, രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി ഇങ്ങനെ കേസുമായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്നുൾപ്പെടെ കോടതി പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടും
ഇവിടെ വീണ്ടും ഒരു പെറ്റീഷൻ വാങ്ങി അതിൻ്റെ മേലെ ഹൈക്കോടതി FIR ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ FIR ഇല്ല, എന്നാൽ അന്വേഷിച്ചോ എന്ന കാര്യം പറഞ്ഞപ്പോഴാണ് അന്വേഷണത്തിന് പുറപ്പെടുന്നത്. ഇത് രാഷ്ട്രീയമായ ഗൂഢാലോചനയാണ്. ഇത് പിണറായിക്കെതിരായിട്ട് കടന്നാക്രമത്തിൻ്റെ ഭാഗമാണ്, ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല. ഈ ഗൂഢാലോചന ഇടതുപെട്ട രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ളതാണ്, ഏതെങ്കിലും ഒരു കേസിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. ഇടതുപെട്ട ജനാധിപത്യ മുന്നണി അതിശക്തിയായി കേരളത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ മുന്നേറ്റത്തിൻ്റെ തോക്കുകയൊക്കെ ചെയ്യും, ഞങ്ങൾ തോക്കുകയും ജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തോറ്റാൽ എല്ലാം തോറ്റു എന്നോ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാ ജയവും പൂർത്തിയായി എന്നോ ഒന്നും കരുതുന്നവരല്ല ഞങ്ങൾ. പ്രത്യേകിച്ച് ഇടതുപക്ഷം എത്രയോ തോൽവി കണ്ടവരാണ്. ഏറ്റവും കൂടുതൽ തോൽവിയുണ്ടായേ. ചിലപ്പോൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. തോറ്റ ചരിത്രമാണ് മഹാകൂടുതൽ. അത് മനസ്സിലായിട്ടില്ല. ഒരുപാട് തോൽവിയാണ് ഞങ്ങൾ ഏറ്റുവാങ്ങിയത്. ആ തോൽവിയിൽ നിന്നാണ് ഞങ്ങൾ വിജയത്തിലേക്ക് മുന്നേറിയത്. അതുകൊണ്ട് ഒരു തോൽവി കാണുമ്പോൾ ചില മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഇത് അവസാനത്തേതാണ് എന്ന് കാണണ്ട. ഇനി ഞങ്ങൾ ഇതിൽ നിന്ന് അതിശക്തിയായിട്ട് കുതിരിച്ചാടി മുന്നോട്ടേക്ക് വരും വിജയത്തിലേക്ക്. അതിനെ തടയാൻ ഒരു ശക്തിക്കുമാവില്ല. ഇതിൻ്റെ UDF ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾക്കാവില്ല. അതിന് പൂർണ്ണമായിട്ട് എല്ലാ അർത്ഥത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, രാപകലില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാധ്യമ ശൃംഖലയിലെ വലിയ വിഭാഗത്തിനാവില്ല. ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾക്കാവില്ല. എല്ലാറ്റിൻ്റെയും ഏറ്റവും ശക്തമത്തായ രീതിയിലുള്ള കടന്നാക്രമങ്ങൾ അഭിമുഖീകരിച്ച കേരളത്തിലെ ഇടതുപെട്ട പ്രസ്ഥാനം അതിശക്തിയായി ഇനിയും മുന്നോട്ടേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ ഇടതുപെട്ട പ്രസ്ഥാനത്തെ തകർക്കാൻ സഖാവ് പിണറായി വിജയനെ പോലെയുള്ള ഈ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കുന്തമുനയാണ് സഖാവ് പിണറായി. ആ പിണറായിയെ തകർക്കാം, വ്യക്തിപരമായിട്ട് ആക്രമിക്കാം, അതിന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും തകർക്കാം എന്ന ധാരണ ഈ കേരളത്തിൽ വിലപ്പോവില്ല. കേരളം അംഗീകരിക്കില്ല. കേരളത്തിലെ ഇടതുപെട്ട ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം ഏറ്റവും ശക്തമത്തായ പ്രതിരോധം ചമച്ചുകൊണ്ട് ഇന്നലെ രാവിലെ മുതൽ മനസ്സിലാക്കിയ ആ ഘട്ടം മുതൽ ഈ കേരളം ഒറ്റ മനസ്സായി അതിശക്തിയായി രംഗത്ത് വന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആരും ആഹ്വാനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധം ഇരമ്പിയാർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇന്നലെ രാത്രി ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ലോകത്തിന്റെ വിവിധ മേഖലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ശ്രീലങ്ക പാർട്ടി ഉൾപ്പെടെ ഇതിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, ഈ പ്രതിരോധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള പ്രതിപക്ഷ നേതൃത്വത്തിലുള്ള പാർട്ടി നേതാക്കളായ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് വന്നു. സ്റ്റാലിൻ മുതൽ എതിരാൾ വരെയുള്ള എല്ലാവരും അഖിലേന്ത്യാടിസ്ഥാനത്തിൽ ഞങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് MA ബേബി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തു. ED ഓഫീസിന് മുമ്പിലേക്ക് മാർച്ച് ചെയ്തു. ഇതൊരു ദേശീയ പ്രശ്നമായി, ഇതൊരു സാർവദേശീയ പ്രശ്നമായി. ഈ ദേശീയ പ്രശ്നമായ സാർവദേശീയ പ്രശ്നമായിട്ട് മാറിയ സഖാവ് പിണറായി വിജയന് നേരെയുള്ള കടന്നാക്രമം ഇടതുപെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള കടന്നാക്രമമാണ് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ്. ഉള്ള കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കും ഞങ്ങൾ കടക്കേണ്ട കാര്യമില്ല. അത് കേസ് എന്ന രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടും. പക്ഷേ ആ കേസിന്റെ പേരിൽ മറവിൽ സഖാവ് പിണറായി വിജയനെ ആക്രമിക്കാനുള്ള നീക്കത്തിനെതിരായി രാഷ്ട്രീയമായും നിയമപരമായും ജനകീയമായ പോരാട്ടത്തിലൂടെയും ഇതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ മുന്നോട്ടേക്ക് വരും എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരിപാടി ഇടതുപെട്ട ജനാധിപത്യ മുന്നണി ഇന്നലെ പ്ലാൻ ചെയ്ത ഈ പരിപാടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 14 ജില്ലകളിലും ഇപ്പോൾ വൈകുന്നേരം നടക്കുകയാണ്. അതിന്റെ ഭാഗമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പ് നടക്കുന്ന ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.